മക്കൾ ഉണ്ടായി. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ ശബ്ദം കേട്ട്, അവൻ്റെ വചനം കേട്ട്, അവൻ്റെ വഴിയിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചിട്ടും അവനോടൊപ്പം നിങ്ങൾ യാത്ര ആരംഭിച്ചിട്ടും എന്താണ് ഈ കൊടുങ്കാറ്റുകൾ, എന്താണ് ഈ പേമാരികൾ, എന്താണ് ഈ തിരമാലകൾ, പ്രതിസന്ധികൾ എന്ന് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ എനിക്കൊറ്റ ഉത്തരമേ പറയാനുള്ളൂ. ഈ കൊടുങ്കാറ്റുകളുടെ നടുവിലും, ഈ പേമാരിയുടെ നടുവിലും, ഈ വെല്ലുവിളിയുടെ നടുവിലും, ഈ തിരമാലകളുടെ നടുവിലും നിന്നെ വിളിച്ചവൻ നിന്റെ പടകിൽ തന്നെയുണ്ട്. ബൈബിൾ പറയുന്നു, ശിഷ്യന്മാർ നിലവിളിച്ചു, യേശു അമരത്തുറങ്ങുകയായിരുന്നു. ബൈബിൾ വ്യക്തമാക്കുന്നു, അവൻ ഉണർന്നു, അവൻ എഴുന്നേറ്റു. കൊടുങ്കാറ്റിന്റെ ശബ്ദത്തിന് യേശുവിനെ ഉണർത്തുവാൻ കഴിഞ്ഞില്ല. തിരമാലകളുടെ ആർത്തലയ്ക്കുന്ന ശബ്ദങ്ങൾക്ക് യേശുവിനെ ഉണർത്തുവാൻ സാധിച്ചില്ല. ഉപ്പിന്റെ പത മുടി മുതൽ പാദം വരെ ഒഴുകിയിറങ്ങിയിട്ടും വള്ളത്തിൽ വെള്ളം കയറിയിട്ടും യേശുവിനെ വെള്ളത്തിനോ തിരമാലകൾക്കോ ഉണർത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ശിഷ്യന്മാരുടെ കരച്ചിൽ, ശിഷ്യന്മാരുടെ നിലവിളി അവനെ ഉണർത്തി. ആർത്തലയ്ക്കുന്ന തിരമാലകൾക്ക് ശിഷ്യന്മാരുടെ നിലവിളിയേക്കാൾ വലിയ ശബ്ദമില്ലേ? അടിച്ചുണരുന്ന കാറ്റുകൾക്ക് ശിഷ്യന്മാരുടെ കരച്ചിലിനേക്കാൾ വലിയ ശക്തിയില്ലേ? പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. തിരമാലകൾ ഉണർത്തുവാൻ കഴിയാത്ത ക്രിസ്തുവിനെ, കൊടുങ്കാറ്റുകൾ ഉണർത്തുവാൻ കഴിയാത്ത ക്രിസ്തുവിനെ ശിഷ്യന്മാരുടെ നിലവിളി ഉണർത്തിയെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തിരമാലകളെക്കാൾ ശക്തിയുണ്ട്. നിങ്ങളുടെ നിലവിളിക്ക് കൊടുങ്കാറ്റുകളെക്കാൾ ശക്തിയുണ്ട്. യേശു കർത്താവ് ആ കണ്ണുനീരിന്റെ മുൻപിൽ, പ്രാർത്ഥനയുടെ മുമ്പിൽ ഉണരുകയാണ്. ബൈബിൾ പറയുന്നു, അവൻ കാറ്റിനെ ശാസിച്ചു, അവൻ കടലിനോട് ശാന്തമാകുവാൻ കൽപ്പിച്ചു. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരിയോട്, സഹോദരനോട്, മാതാപിതാക്കളോട്, ദൈവമക്കളോട് പരിശുദ്ധാത്മ പറയുന്നു, കർത്താവാണ് നിങ്ങളെ വിളിച്ചതെങ്കിൽ, എഴുന്നേൽക്കുക എന്ന് യേശുവാണ് പറഞ്ഞതെങ്കിൽ, യേശുവിൻ്റെ കൂടെയുള്ള യാത്രയാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ, നിങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തി കാറ്റല്ല, നിങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തി കടലല്ല, നിങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തി ഈ ലോകത്തിലെ ഒന്നുമല്ല, നിങ്ങളെ വിളിച്ച യേശു തന്നെയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസത്തോളം എന്നെ കാക്കുവാൻ അവൻ ശക്തനാണ്. ഞാൻ ഈ മെസ്സേജ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെ മനസ്സു തകർന്നുകൊണ്ട് എന്നെ കാണുന്ന പ്രിയ മകളോട് കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. ഈ ദിവസങ്ങളിൽ നിന്റെ നേരെ ആഞ്ഞടിക്കുന്ന തിരമാലകൾക്ക് നിന്റെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും അത്ര ശക്തിയില്ല. നിന്റെ നേരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾക്ക് നിന്റെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും അത്രയും ശക്തിയില്ല. ഇതിനെ മുഴുവൻ അതിജീവിക്കുന്ന ശക്തിയാണ് നിങ്ങളുടെ പ്രാർത്ഥന. ദൈവത്തിന്റെ മുമ്പിൽ കരയുന്നവനെ മനുഷ്യന്റെ മുമ്പിൽ കരയാൻ ദൈവം അനുവദിക്കുന്നില്ല. ദൈവത്തോട് യാചിക്കുന്നവനെ മനുഷ്യരോട് യാചിക്കുവാൻ ദൈവം വിടുന്നില്ല. ദൈവത്തിന്റെ മുമ്പിൽ ശിരസ് നമിച്ചവനെ ആരുടെയും മുമ്പിൽ തലകുനിക്കുവാൻ അവൻ അനുവദിക്കുന്നില്ല. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന, ജീവിതമെന്ന പടകിൽ ക്രിസ്തുവുള്ള നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളോട് കർത്താവ് പറയുന്നു, സ്വർഗത്തിലെ ദൈവം വലിയൊരു ജയം, വലിയൊരു വിടുതൽ ഈ സാഹചര്യത്തിന്റെ മേൽ അയക്കാൻ പോവുകയാണ്. അൻപേറുന്ന ആ കരങ്ങളാൽ നിങ്ങളെ അത്ഭുതകരമായി അവൻ നടത്തും. മാധുര്യമേറുന്ന തന്റെ മൊഴികളാൽ അവൻ നിങ്ങളെ സ്നേഹത്തോടെ ആ മൊഴികൾ തന്ന്, വചനങ്ങൾ തന്ന് പങ്കുവെച്ചുകൊണ്ട് നിങ്ങളെ മറുകരയിലെത്തിക്കും. ഒരിക്കലും പാതി വഴിയിൽ നിങ്ങൾ തകർന്നു പോകില്ല. ഇതൊരു പ്രവചന ശബ്ദമാണ്. ഒരിക്കലും പ്രിയ മകളെ, പ്രിയ മകനെ, നീ പാതി വഴിയിൽ തകർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. ഏത് ലക്ഷ്യത്തിലേക്ക് ദൈവം നിന്നെ വിളിച്ചിറക്കിയോ, ഏത് മറുകരയിലേക്ക്, ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ വിടുവിക്കുവാനാണ് ഈ യാത്രയെങ്കിൽ ആ ദൗത്യം നിർവഹിച്ചിരിക്കും, മറുകരയിൽ എത്തിയിരിക്കും, ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കും. കാറ്റും തിരകളും വള്ളവും വെള്ളവും ഒന്നുമല്ല നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ശക്തി. നിന്നെ വിളിച്ച് നിന്റെ ജീവിതമെന്ന അമരത്ത് വിശ്രമിക്കുന്ന, നിന്റെ ജീവിതമെന്ന അമരത്ത് നിൽക്കുന്ന ക്രിസ്തുവാണ് നിന്റെ ജീവിതത്തിന്റെ നൗകയെ നയിക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമാണ്. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ.
അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും. മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി. യേശുവന്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി. യേശുവന്റെ